അത്യന്താപേക്ഷിതമാണെന്ന് അറിയുമ്പോഴായിരുന്നു നമ്മുടെ കൈകളിലേക്ക് എല്ലാം എത്തുന്നത്. ഇന്ന് മറിച്ച് ആ ചിന്തയൊക്കെ മാറി കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്ന് അണുകുടുംബമായി നമ്മൾ മാറി. പഴയ നമ്മുടെ കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു. നമ്മുടെ വീട് തന്നെ വലിയൊരു സർവകലാശാലയായിരുന്നു. ആ സർവകലാശാലയിൽ ആ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു വലിയ സർവകലാശാലയിൽ നിന്നും എല്ലാ ബിരുദവും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന 6 വയസ്സുകാരനായിട്ടുള്ള മകനാകട്ടെ മകളാകട്ടെ ആ പ്രവണതയിലായിരുന്നു. ഈ കൂട്ടുകുടുംബ സമ്പ്രദായത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സഹോദരങ്ങളെ കാണുവാനും സ്നേഹിക്കുവാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുവാനും എല്ലാവർക്കും വേണ്ടി കാത്തു നിൽക്കുവാനുമുള്ള ഒരു മനസ്സും പാഠവുമുള്ള മക്കളായിരുന്നു നമ്മൾ. ഇതിനകത്ത് നമ്മൾ അണുകുടുംബമായിട്ട് മാറിയപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ എന്ന ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ എന്ന ചിന്തയിൽ നിന്ന് മാറി ഞാൻ എനിക്ക് എൻ്റെ എന്ന ചിന്തിക്കുന്നത്. കാരണം അത്രത്തോളം വിവാഹമോചനങ്ങളാണ് നടന്നു വരുന്നത്. ഇവിടെയൊക്കെയുമാണ് ഈ സമൂഹം നമ്മുടെ കുട്ടികളുടെ ചിന്താഗതിയെ ഇത്രത്തോളം മാറ്റിമറിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ മയക്കുമരുന്ന് അതിപ്രസരം ഒക്കെ ഭാവിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി ഡിപ്രഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചിന്താഗതികളാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റായ തൊലാക്ക്, ഇതൊക്കെയും കുട്ടികൾ ചിന്തിക്കുമ്പോൾ അത് ഇരുട്ടുമുറിയിലുള്ള ഇങ്ങനെ വസ്ത്രം ധരിക്കുക, ഈ ചെറിയ മാലയും സ്വർണവും ഉപേക്ഷിച്ചുള്ള ഇരുട്ടുമുറികളിൽ സമൂഹവുമായിട്ടൊരു ബന്ധപ്പെടാതെയുള്ള ഇരിക്കുക, ഇതൊക്കെ പറയുന്നത് കുട്ടികളെ ശരിക്കും ഒരു ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ഇത് ഇത് വളരെ ലളിതമായി കടന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വിവാഹം സാധുവാണ്. അപ്പൊ അത് ഫലമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്കിടയിൽ കാട്ടിക്കൂട്ടുന്ന ആ കോലങ്ങളൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് പെറ്റീഷൻ പോലെ കൊടുത്തുകൊണ്ട് ഒരു അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങും പോസ്റ്റ് നേറ്റൽ കൗൺസിലിങ്ങും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രസവശേഷമുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഡിപ്രഷൻ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്താണ് പൊതുവെ സമൂഹം കാണുന്ന പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ തന്നെ ഇറങ്ങി പുറപ്പെടുക, നമുക്ക് അനുവാദം തരണമെന്ന് പറയുക, അങ്ങനെ ആവശ്യപ്പെടുക, കൃത്യമായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യുക, അതേ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുക. ഇപ്പം നെക്സ്റ്റ് ജനറേഷനിൽ ഇതൊക്കെ അവിടെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുള്ളൂ. ഇനി വളർന്നു വരുന്ന തലമുറയെ നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു അവയർനെസ് ക്ലാസ്സുകൾ പേരൻസിന് കൊടുക്കുക. പുതിയ ഇത് മാറുന്ന അനുസരിച്ച് ഏത് രീതിയിലേക്ക് പേരൻറ്റിങ് മാറ്റണം. നേരത്തെ ഹെലികോപ്റ്റർ പേരൻറ്റിസത്തെ കുറിച്ച് പറഞ്ഞു. അതോറിറ്റി